പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവായ യേശുവിൽ വളരെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും വലിയ സ്നേഹത്തോടുകൂടി ഈ അഭിഷേകാഗ്നി എപ്പിസോഡിലേക്ക് രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം നേരുകയാണ്. നമ്മൾ അനേക കാലഘട്ടങ്ങളായി ദൈവവചന ശുശ്രൂഷയിൽ മുഴുകുമ്പോൾ കർത്താവ് തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും നമുക്ക് ഒരുപാട് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷ ആരംഭിക്കാൻ വട്ടാരച്ചനെ കർത്താവ് പ്രത്യേകം അഭിഷേകം ചെയ്തു. ബിനോയച്ചനും സാംസനച്ചനും ഞാനും ചേർന്ന് ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു ശുശ്രൂഷ തുടരാൻ കർത്താവ് ഇടയാക്കി. എല്ലാ മഹത്വവും കർത്താവിന് നൽകാം. ഈ ശുശ്രൂഷകളിൽ സംബന്ധിച്ച് വചനം ശ്രവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരുപാട് ജീവിതങ്ങളിൽ നല്ലവനായ ഈശോ ചൊരിയുന്ന ഭയങ്കരമായ അത്ഭുതങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് കൂടാനുകൂടി നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളിയാഴ്ചകളിൽ സഹീയോൻ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വരുന്ന അനേക ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കെടുത്ത് സൗഖ്യങ്ങൾ, വിടുതലുകൾ, അതുപോലെ കുഞ്ഞുങ്ങൾക്കുള്ള പ്രത്യേക കൃപകൾ എല്ലാം പരിശുദ്ധാത്മാവ് നൽകിയത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഒത്തിരി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോ ജീവിതങ്ങളെ സ്പർശിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് നമ്മുടെ കരങ്ങൾ എളിമയോടുകൂടി സ്വർഗത്തിലേക്ക് ഉയർത്തി നിന്ന് സ്തുതിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, അഗ്നിസ്വരൂപനായി കടന്നു വരണമേ. അഭിഷേകാഗ്നി ഞങ്ങളുടെ മേൽ അഗ്നിയായിട്ട് കത്തി പടരട്ടെ. അഭിഷേകത്തിന്റെ അഗ്നി എല്ലാ ജീവിതങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയുടെ ചൈതന്യം വ്യാപരിക്കട്ടെ. കൃപയുടെ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കൈകളടിച്ച് അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിനാത്മാവേ എന്നിൽ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാ ജ്വലിപ്പിക്കണേ. അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ. കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. അഭിഷേകമേ, അഭിഷേകം ചെയ്യണമേ. കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ പരിശുദ്ധാത്മാവേ, യെശയ്യാ 10:17 വചനം ഞങ്ങൾ ഓർക്കുന്നു. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും.
അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. അഗ്നി അഭിഷേകം വ്യാപരിക്കട്ടെ. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയ ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയ ജ്വലിക്കണമേ. Holy Spirit. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. കൈകളടിച്ച് എന്നിൽ കത്തിപ്പടരണമേ ആത്മാവേ. എന്നിൽ കത്തിപ്പടരണമേ. സംഭവിക്കട്ടെ. ഉള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. വിശ്വാസം ദഹിക്കട്ടെ. എന്നിൽ കത്തിപ്പടരണമേ. ആവേ. ഉള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. പരിശുദ്ധാത്മാവേ. വൃത്തിൽ വന്നു വസിച്ചിടണേ. വൃത്തിൽ വന്നു വസിച്ചിടണേ. കൈകൾ ഉയർത്തി കൈകളടിച്ച് ഓ, നീ അഭിഷേകമേ, ഓ, നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ഓ, നീ അഭിഷേകമേ, കത്തിപ്പടരട്ടെ. ഓ, നീ അഭിഷേകമേ, Holy Spirit. കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി അഭിഷേകമേ, വ്യാപരിക്കുക, വ്യാപരിക്കുക, വ്യാപരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. കർത്താവേ, അങ്ങേക്ക് കൊടാനുകോടി നന്ദി പറയുന്നു. കർത്താവേ, ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും ആത്മാവുകൊണ്ട് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരുന്ന് തുടർന്ന് ദൈവം നൽകുന്ന സന്ദേശങ്ങൾ നമുക്ക് കേൾക്കാം. പ്രത്യേകിച്ച് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നമ്മളത് കാണുകയും കേൾക്കുകയും ചെയ്ത് കർത്താവിന് കൊടാനുകോടി നന്ദി പറയുകയാണ്. ഒരു സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 3.5 വയസ്സ് മുതൽ എൻ്റെ സ്കിന്നിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു വരും, ചൂടുകുരു പോലെ പൊങ്ങി വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഓരോ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ ഓരോരുത്തരും ഓരോന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലരൊന്ന് പൊടിയുടെയാണെന്ന് പറഞ്ഞു, ചിലർ കൊതുക് കടിക്കുന്നതാണെന്ന് പറഞ്ഞു, മണ്ണിൻ്റെ ആണെന്ന് പറഞ്ഞു. കൃത്യമായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് അറിയാതെ ഞാൻ ഒരു 7ാം ക്ലാസ് വരെ, ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്നത് വരെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എപ്പോഴും ശരീരത്തിലൊരു അലർജി ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, കുട്ടിക്കൊരു സ്വസ്ഥതയില്ല. അങ്ങനെയായിരുന്നു 7ാം ക്ലാസ് വരെ. ഏത് തിരക്കിനിടയിൽ എൻ്റെ കൈ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു ആൾക്കാർക്ക്. അത്രയും ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് എറണാകുളം മറൈൻ ഡ്രൈവിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുന്നത്. അപ്പം ഞാനൊരു അക്രൈസ്തവ ആയതുകൊണ്ട് ഞാനതിന് പോയില്ല. അപ്പം ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. എറണാകുളം കച്ചേരിപ്പടി സെയിൻറ്റ് ആൻ്റണീസിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ കോൺവെൻറ്റിലായിരുന്നതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ പോയ സമയത്ത് ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം വന്നപ്പോൾ ലാസ്റ്റ് ഡേ, ധ്യാനത്തിൻ്റെ പിറ്റേ ദിവസം ലാസ്റ്റ് ഡേയുടെ അന്ന് എന്നോട് കൂട്ടുകാർ വന്ന് പറഞ്ഞു, എടാ മോഡേൺ ബ്രെഡ് കിട്ടും, നല്ല ചൂടാ, നീയും വായോ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മോഡേൺ ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ധ്യാനത്തിന് കൺവെൻഷനോടെ ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോക്കസ് മുഴുവൻ ബ്രെഡിലാണ്. അങ്ങനെ ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാനം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചുകൊണ്ട് ആരാധന ഉണ്ടായിരുന്നു. ഈ അറ്റം മുതൽ ധ്യാനത്തിൻ്റെ അറ്റം വരെ ആരാധന ഉണ്ടായിരുന്നു. ആരാധനയ്ക്ക് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഈ അലർജിയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കോമൺ ആയിട്ട് ഈശോയെ പഠിക്കാൻ ബുദ്ധി തരണേ, എൻ്റെ അമ്മേനെ നോക്കിക്കോണേ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. എൻ്റെ അലർജിനെ കുറിച്ചിട്ട് ഞാൻ മെൻഷനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ധ്യാനം കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞു, എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആരും ഈശോ ഇവിടെ നിന്ന് വെറും കൈയോടെ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ധ്യാനം കഴിഞ്ഞ് ഞാൻ ബൈബിൾ എടുക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ കൈ നോക്കിയതും ഒരു പാട് പോലും അവശേഷിപ്പിക്കാത്ത വിധം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര നാളുകളായി, കുറേ വർഷങ്ങളായി ഉണ്ടായിരുന്ന ആ ഒരു വലിയ ശാരീരിക ക്ലേശം അത്ഭുതകരമായ അപ്രതീക്ഷയായി. ഇപ്പം എനിക്ക് 24 വയസ്സായി. ആ പോയ പോക്ക് പോയതാ, പിന്നെ വന്നിട്ടില്ല. അന്ന് ആരാധന ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് ഒരു മിറക്കിൾ സംഭവിച്ചു. പിന്നെ ഇന്ന് വരെ എത്രയോ വർഷങ്ങളായി. 7ാം ക്ലാസ് വെച്ച് പോയതാണ് അല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇതുപോലെ എത്രയോ വൻകാര്യങ്ങൾ
എളിയ ശുശ്രൂഷയിലൂടെ കർത്താവ് ചെയ്തതിന് ഈശോയ്ക്ക് നമ്മൾ പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മളിന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് സാമുവേൽ പ്രവാചകൻ്റെ മനോഹരമായൊരു വാക്യമാണ്. 1 സാമുവേൽ 12:23. ആ കർത്താവിൻ്റെ തിരുവചനം എങ്ങനെയാണ്? നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും. നമുക്ക് ഈ ഒരു വചനം വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ്. അതായത് സാമുവേൽ പ്രവാചകൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, തുടർന്ന് പ്രാർത്ഥിക്കുക. അത് ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിരിക്കും, ഒരുപക്ഷെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ച വ്യക്തികൾക്കായിരിക്കും, ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങി പക്ഷേ ചില കൂട്ടുകാരുടെ സ്വഭാവത്തിൽ ഈശോയുടെ ഒരു കൃപ നിറയുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തിയത് കൊണ്ടായിരിക്കും. ദൈവത്തിൻ്റെ വചനം സാമുവേൽ പ്രവാചകനിലൂടെ എങ്ങനെയാണ് ഓർപ്പിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സാമുവേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വലിയ പ്രവാചകൻ. ബൈബിളിലെ 2 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമുവേൽ വലിയ ഒരു ന്യായാധിപനായിരുന്നു. സാമുവേലാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്, പിന്നെ 2ാമത്തെ രാജാവിനെ അപ്പോയിൻ്റ് ചെയ്യണത്. അത്രമാത്രം ശക്തനായ പ്രവാചകനായിരുന്നു സാമുവേൽ. ദൈവം സാമുവേലിന് പ്രത്യക്ഷപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ സാമുവേൽ നമുക്ക് തരുന്നൊരു വെളിപാടാണ്, മറ്റുള്ളവർക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യരുത്. അത് കർത്താവിനെതിരായുള്ള പാപമാണ് സാമുവേൽ നമ്മൾ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കുടുംബനാഥൻ, ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, അവർ വിശ്വാസത്തിലേക്ക് വരുന്നില്ല, നമ്മൾ പ്രാർത്ഥന നിർത്തരുത്, തുടർന്ന് പ്രാർത്ഥിക്കണം. തുടർന്ന് പ്രാർത്ഥിക്കാതിരുന്നാൽ അത് പാപമാണെന്നൊരു ചിന്ത. ഒപ്പം തന്നെ നേർവഴി നമ്മൾ ഉപദേശിച്ചു, ഒരുപക്ഷെ മക്കളോ പ്രിയപ്പെട്ടവരോ പറഞ്ഞു കാണും, മതി ഇത്രയൊക്കെ നേർവഴി ഉപദേശിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മുടെ മേൽ ഷൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെടരുത്. 1 സാമുവേൽ 12:23 നമുക്കൊരു ജീവൻ നൽകുന്നൊരു വചനമാണ്, ഒരു ശക്തി നൽകുന്നൊരു വചനമാണ്, കുറേ കൂടെ അഭിഷേകം തരുന്നൊരു വചനമാണ്, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണമെന്ന് തോന്നിപ്പിക്കുന്ന നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നൊരു വചനമാണ്. പ്രിയപ്പെട്ടവരെ, വചനം നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും. അതിന് ഒരു സംശയമില്ല. ഇത് വചനം കേൾക്കുന്ന ഓരോ വൈദികനും സിസ്റ്റേഴ്സും ഓരോ കുടുംബജീവിതക്കാരും മറക്കരുത്, ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും. വേണ്ട, വീണ്ടും അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുക്കണമെന്ന് തന്നെയാണ് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സെൻ്റ് അഗസ്റ്റിനെ കിട്ടുമോ? മോനിക്ക പറഞ്ഞോ മതി നിർത്തിയേക്കാം, ഇവന് വേണ്ടി ഇത്രയും പ്രാർത്ഥിച്ചു, തോന്നിവാസ് ഇഷ്ടം അനുസരിച്ച് പോട്ടെ, നരകത്തിൽ പോക്കോട്ടെ. അങ്ങനെയല്ല. മോനിക്ക പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കും, മടുപ്പ് കൂടാതെ ഞാൻ പ്രാർത്ഥിക്കും. ഇടയ്ക്ക് സങ്കടം വരും, അംബ്രോസിൻ്റെ അടുത്ത് പോകും, പിന്നെ ബിഷപ്പാണ്, അദ്ദേഹം പറയും, നിനക്ക് അഗസ്റ്റിനോട് പറയാനുള്ള കാര്യം നീ യേശുവിനോട് പറ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്ക്, സ്റ്റോപ്പ് കംപ്ലൈനിങ്, സ്റ്റാർട്ട് സഫറിങ്. പ്രാർത്ഥിച്ചു നമുക്ക് വലിയ 2 വിശുദ്ധരെ കിട്ടി. ഹല്ലേലൂയ. സാമുവേൽ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാൻ പലതരം പ്രലോഭനം എനിക്കും നിങ്ങൾക്കുണ്ടാകും. ഒരുപക്ഷേ നമ്മുടെ മടുപ്പായിരിക്കും, ഒരുപക്ഷേ നമ്മുടെ വിശ്വാസക്കുറവായിരിക്കും, ഒരുപക്ഷേ നമ്മൾ അവരെ ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കാന്നുള്ള ചിലപ്പോൾ ചിന്തകളായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ പ്രവാചകൻ ഓർപ്പിക്കുകയാണ്, മടുപ്പ് കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം, തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, അതോടൊപ്പം തന്നെ നേർവഴി ഉപദേശിച്ച് കൊടുക്കണം എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ ഈശോ ആണല്ലോ നമ്മുടെ മോഡൽ, ഈശോ ആണ് നമ്മുടെ മാതൃക. ഈശോ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് ഈശോയുടെ പൗരോഹിത്യ പ്രാർത്ഥന, യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം, അതിന് 1 മുതൽ 26 വരെ പല രീതിയിലുള്ള ഈശോ പ്രാർത്ഥനകൾ നടത്തുകയാണ്. അതിൻ്റെ സമാപന വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് നമുക്ക് നൽകുകയാണ്. യോഹന്നാൻ 17:26. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു, അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നിങ്ങളെല്ലാവരും നേറ്റ് പറഞ്ഞ് എല്ലാവരും ചേർന്ന് യോഹന്നാൻ 17:26 ഒന്ന് പറഞ്ഞ്, അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു, അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും.
അതായത് ഈശോ വചനം ശുശ്രൂഷിച്ചു, പലതരത്തിലും ചെയ്തു. യൂദാസ് ഈശോന് ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പോയി. പത്രോസ് പരിത്യജിക്കുന്ന ഈശോയ്ക്ക് അറിയാം. യോഹന്നാനും മറ്റ് ശിഷ്യന്മാർ ഓടി ഒളിക്കുന്ന അറിയാം. അതുപോലെ തന്നെ ഈശോയുടെ വചനം കേൾക്കുന്ന ശിഷ്യന്മാരുടെ ശുശ്രൂഷയോടെ വരുന്ന പല ശിഷ്യന്മാരും കർത്താവിനെ തള്ളിപ്പറയുന്നൊക്കെ അറിയാമെങ്കിലും ഈശോ പറയുകയാണ്, ഞാൻ വീണ്ടും ഇനിയും അതറിയിക്കും. അപ്പോൾ യേശു വചനം നമ്മളെ അറിയിച്ചു, വീണ്ടും അറിയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആ യേശുവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ വീണ്ടും പ്രാർത്ഥിക്കും, വീണ്ടും വചനം അറിയിക്കും എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം യേശുവിൻ്റെ സ്നേഹം, സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം അവരിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ വചനം മറക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ മനോഹരമായ വാക്യം, അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു, അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും. ആ ഇനിയും എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും ഞാൻ അതറിയിക്കും, ഇനിയും ഞാൻ അതറിയിക്കും, മടുപ്പ് കൂടാതെ ഞാൻ അറിയിക്കും, ഞാൻ വീണ്ടും ഞാൻ ശുശ്രൂഷ ചെയ്യും. സന്തോഷം പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുരോഹിതരും പ്രവാചകരും ഒക്കെ ആയിട്ട് ഈശോ വൈദികരെ മാത്രമല്ല, ഓരോ കുടുംബജീവിതക്കാരും അങ്ങനെയാണെന്ന് പറയണത്. ആ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ അല്ലെങ്കിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോരുത്തരിലും, മക്കളിലായിരിക്കാം, മരുമക്കളിലായിരിക്കാം, അമ്മായിമേലായിരിക്കാം, അമ്മായിപ്പനിലായിരിക്കാം, എല്ലാവരിലും ആഴപ്പെടാൻ വേണ്ടി ഇനിയും ഞാൻ അതറിയിക്കും. ഇനിയും ഞാൻ കുർബാനയെ സംബന്ധിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. ഇനിയും ഞാൻ ജപമാല മുടക്കാതെ ഞാൻ ചൊല്ലും. ഒരുപക്ഷെ നിങ്ങൾ കുരിശൻ്റെ വഴി ചൊല്ലും അടുത്ത് ഇനി ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ഈശോ ഇഷ്ടാനുസരിച്ച് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും വചനം പറയുകയാണ്, ഇനിയും ഞാൻ കുരിശൻ്റെ വഴി ചൊല്ലി ആ വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് തൻ്റെ വചന ശുശ്രൂഷയിൽ ഈശോ പല ഉപമകൾ പറയുകയും പല വചനങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം, ഒട്ടും നിരാശപ്പെടരുത്. ലൂക്കാസ് സുവിശേഷം 18:1, ലൂക്ക് ചാപ്റ്റർ 18:1, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞ കഥ നമുക്കറിയാം. ഒരു ന്യായാധിപൻ, അതുപോലെ തന്നെ ഒരു വിധവ. ഈ വിധവ അടിക്കടി ഈ ന്യായാധിപൻ്റെ അടുത്ത് വന്ന് നീതി വേണമെന്ന് പറയുന്നു. ഈ ന്യായാധിപൻ്റെ അടുത്ത് വിധവ ഒന്ന് പല പ്രാവശ്യം നീതിക്ക് വേണ്ടി കരഞ്ഞെങ്കിലും സംഗതി ശരിയാകുന്നില്ല. എന്ത് സംഭവിച്ചു? ഈ ന്യായാധിപൻ ദുഷ്ടനായതുകൊണ്ട് അയാൾ നീതി നടത്തി കൊടുക്കുന്നില്ല. പക്ഷേ ഈ വിധവ പറയുകയാണ്, ഞാൻ വീണ്ടും പോകും, വീണ്ടും വന്ന് ശല്യപ്പെടുത്തുകയാണ്. അവസാന ന്യായാധിപൻ പറഞ്ഞ വചനം, ഇവളുടെ ശല്യം എനിക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ നീതി നടത്തി കൊടുക്കും. അതുകൊണ്ട് ഈശോ അതിനൊരു കൺക്ലൂഷൻ പറയുകയാണ്. ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിലേക്ക് ആ വചനം നിറയട്ടെ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? വലിയൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയട്ടെ. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മടുപ്പ് കൂടാതെ തുടർന്നും പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ലോകജീവിതം അവസാനിച്ചിട്ട് നമ്മുടെ കർത്താവായ യേശു എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. ഹെബ്രായലേഖനം 7:25 അതുകൊണ്ടാണ് വചനം എങ്ങനെ പറയണത്? ഹീബ്രൂസ് ചാപ്റ്റർ 7:25 തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്, എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈശോ ചെയ്യുന്ന കാര്യം ഈശോ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. റോമാലേഖനത്തിൽ 8:34 കുറച്ചും കൂടെ വ്യക്തമായിട്ട് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ. ഇപ്പം യേശു ചെയ്ത കാര്യം അവിടുന്ന് മരിച്ചവനാണെങ്കിലും അവിടുന്ന് ഉത്ഥാനം ചെയ്തവനാണ് എന്ന് മാത്രമല്ല, പിതാവിൻ്റെ വലത്തുവശത്തിരുന്ന് നമുക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രാർത്ഥന നിർത്തുന്നില്ല. അവിടുത്തെ മുറിവേറ്റ കരങ്ങളും മുറിവേറ്റ കാലുകളും മുറിവേറ്റ ചങ്കുമെല്ലാം തുറന്നു കാണിച്ച് പിതാവിന് മുമ്പിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെയാണ്
ഓരോ അപ്പനും അമ്മയും മധ്യസ്ഥ പ്രാർത്ഥനക്കാരാണ്. ഓരോ വൈദികരും സിസ്റ്റേഴ്സ് മധ്യസ്ഥ പ്രാർത്ഥനക്കാരാണ്. ടീച്ചേഴ്സ്, കാറ്റീസം ടീച്ചേഴ്സ് മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? അത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യരുതെന്നുള്ള സാമുവേൽ പ്രവാചകന്റെ വചനം നമ്മൾ ഓർക്കുകയാണ്. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. അതുകൊണ്ടാണ് ഡിവൈൻ മേഴ്സി ഡയറിയിൽ വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ഒരു വെളിപ്പെടുത്തൽ 146 ഖണ്ഡികയിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള മനോഹരമായൊരു വെളിപാടാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെന്നും കൂടെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ പ്രാർത്ഥിക്കാനുള്ള തീഷ്ണത, വീണ്ടും മധ്യസ്ഥം വഹിക്കാൻ, വീണ്ടും ഉണരാൻ, വീണ്ടും ദൈവജനത്തിന് വേണ്ടി കഷ്ടപ്പെടാനൊക്കെ ഒരു അഭിഷേകം പരിശുദ്ധാത്മാ തരും. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പ്രാർത്ഥന എല്ലാ തരത്തിലുള്ള പോരാട്ടത്തിനും വേണ്ടി ആത്മാവിനെ ഒരുക്കുന്നു. ആത്മാവ് ഏതവസ്ഥയിലാണെങ്കിലും പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധിയും നൈർമല്യവുമുള്ള ആത്മാവ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മലത നഷ്ടപ്പെടും. ഈ വിശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആത്മാവും പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് പ്രാപിക്കാൻ സാധിക്കുകയില്ല. സമീപകാലത്ത് മാനസാന്തരപ്പെട്ട ആത്മാവ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും വീണു പോകും. പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ആത്മാവ് പ്രാർത്ഥിക്കണം, അത് പാപത്തെ അതിജീവിച്ചേക്കാം. ഒരാത്മാവിനും പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഒഴികഴിവില്ല. കാരണം ചെറിയ കൃപ പോലും പ്രാർത്ഥനയിലൂടെയാണ് ആത്മാവിന് ലഭിക്കുന്നത്. അതായത് പ്രാർത്ഥന വലിയൊരു ആത്മീയ യുദ്ധത്തിന് നമ്മളെ സജ്ജമാക്കുന്ന, നിരാശപ്പെടാതെ, മടുപ്പ് കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുകയാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒരിക്കൽ വിശുദ്ധ ഫൗസ്തീന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ആത്മാവിലേക്ക് ഒരു പ്രേരണ, ഒരു സ്വരം കേൾക്കുകയാണ്. ഇന്നൊരു വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 1603 ഖണ്ഡികയിൽ. അതുകൊണ്ട് ഇങ്ങനെയാണ് ഫൗസ്തീന എഴുതി വെച്ചിരിക്കുന്നത്. ആരാധനാ വേളയിൽ ഞാൻ ഇപ്രകാരം കേട്ടു: എൻ്റെ കൃപ അത്യാവശ്യമായിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് ആളെ മനസ്സിലായി. ഞാൻ അവൾക്ക് വേണ്ടി തീവ്രമായി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കരുണ ആ ആത്മാവിനെ ആലിംഗനം ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തീവ്രമായി പ്രാർത്ഥിക്കുകയാണ്, തീവ്രമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. തീവ്രമായി പ്രാർത്ഥിക്കാൻ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ ഒരഭിഷേകം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പല പ്രവൃത്തികളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുന്ന് മടുപ്പ് കൂടാതെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയും, ഉദാഹരണത്തിന് സൗഖ്യം കൊടുക്കണ സമയം ഒരു അന്ധനായ വ്യക്തിനെ ഈശോയുടെ അടുത്തേക്ക് ആൾക്കാർ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ചെയ്ത കാര്യം അവനെ ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് മാറ്റി നിർത്തി അവൻ്റെ കണ്ണുകളിൽ കർത്താവ് കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്നായിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഈശോ ചോദിക്കുകയാണ്, സൗഖ്യം കൊടുക്കണ സന്ധിച്ചു ഞാൻ ശരിക്കും കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്, പക്ഷേ മനുഷ്യനെ മരത്തെ പോലെയാണ് കാണുന്നത്. ബൈബിൾ പറയുകയാണ്, വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. നോക്കിയേ, വീണ്ടും കൈകൾ വെക്കാൻ മടിയില്ലാത്ത കർത്താവ്. എന്നാൽ കുറേ സമയം പ്രാർത്ഥിച്ചതാണിത്, മതി, നീ പൊക്കോ, ഇത്രയ്ക്ക് സൗഖ്യം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് യേശു വിടുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം 8:25. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വച്ചു, അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു, അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും കൈകൾ വെച്ച കർത്താവ്, വീണ്ടും പ്രാർത്ഥിച്ച കർത്താവ്, വീണ്ടും മടുപ്പ് കൂടാതെ ശുശ്രൂഷ ചെയ്ത കർത്താവ്. ഒരു അഭിഷേകം എല്ലാ ഹൃദയങ്ങളിലേക്കും നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുപോലെ കാനാനി സ്ത്രീ, ചിന്തിച്ചു നോക്കിയ, കാനാനി സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിജാതീയ സ്ത്രീ. അത് യേശു സൗഖ്യം കൊടുക്കുന്നവനാണെന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ പുറകെ വരികയാണ്. അലറി വിളിച്ചിട്ടാണ് വരുന്നത്. കാരണം അതിൻ്റെ മകൾക്ക് പൈശാചിക പീഡയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്ത്രീ വന്നത്, കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്നൊക്കെ പറഞ്ഞ് കരയെങ്കിലും യേശു ഒരക്ഷരം പോലും ആദ്യം മിണ്ടുന്നില്ല. അപ്പോൾ സ്ത്രീ വീണ്ടും യേശുവിൻ്റെ പുറകെ വന്ന് കരയുകയാണ്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരുടെ സപ്പോർട്ടുണ്ടെങ്കിലും കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട മക്കളുടെ അടുത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഈ സ്ത്രീ വിട്ടുകൊടുക്കുന്ന ഒരാൾ വീണ്ടും വന്ന് മുട്ടുകുത്തി പ്രണമിച്ച്, കർത്താവെ കനിയണമേ. അപ്പോൾ ഈശോ പറയുകയാണ്, മക്കളുടെ അപ്പുറത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുത്തുകൂടാ. അപ്പോൾ അവൾ പറയുകയാണ്, കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞ് എളുമപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് കർത്താവ് അവളുടെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയാണ്.
അങ്ങനെ കർത്താവ് അവരുടെ വിശ്വാസം കണ്ട് സൗഖ്യം കൊടുക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ തുടർന്ന് കുറച്ച് സമയം ആരാധന വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും പ്രാർത്ഥിക്കാൻ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ, അതുപോലെ തന്നെ നല്ല ശക്തിയോടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ. റോമാ 12:12 വചനം എങ്ങനെയാണ്? പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നന്നായിട്ട് പ്രാർത്ഥിക്കാനും, ആ സാമുവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇട വരുത്താതിരിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കുന്നു പറഞ്ഞതുപോലെ ഓരോ അപ്പനും അമ്മയും വീണ്ടും നേർവഴി ഉപദേശിക്കുക. ഓരോ വൈദികരും സിസ്റ്റേഴ്സും ഓരോ ശുശ്രൂഷകരും തുടർന്ന് പ്രാർത്ഥിക്കുന്നതിൽ തീക്ഷ്ണതയുള്ളവരായിരിക്കുക. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും അഭിഷേകം ചെയ്യട്ടെ. നമ്മുടെ മുമ്പിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. മടുപ്പ് കൂടാതെ പിതാവിൻ്റെ വലത്ത് വശത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കരുണയെ വാഴ്ത്തുന്നു. നല്ലവനായ ഈശോയെ, സാമുവേൽ പ്രവാചകൻ പറഞ്ഞ മനോഹരമായ കാര്യം ഞങ്ങൾ ഓർക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്കിട വരുത്താതിരിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു തരും. കർത്താവായ യേശുവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ കരങ്ങളും ഹൃദയവും മനസ്സെല്ലാം ഉയർത്തുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾക്ക് ഞങ്ങൾ ഇനി പ്രാർത്ഥിക്കുന്നില്ല, മടുത്തു, ഇനി വേണ്ട, ഇനി ഞാൻ ഉപദേശിക്കാൻ പോകുന്നില്ല, അങ്ങനെയുള്ള വ്യക്തികളെല്ലാം നിൻ്റെ കരുണയിലേക്ക് ചേർത്ത് വെച്ച് ഈശോ ആ മേഖലകളിലേക്കെല്ലാം അത്ഭുതകരമായ ദൈവ കരുണയും ദൈവ കൃപയും ഒഴുക്കുവാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയണമേ കർത്താവേ. ഈശോയേ, കൃപ തൂകണേ. ഈശോയേ, ഈശോയേ, കൃപ തൂകണേ. എല്ലാവരും ഹൃദയം തുറന്ന് വിളിക്കുന്നു ഈശോയേ. ഈശോയേ, കൃപ തൂകണേ. ഈശോയേ, കൃപ തൂകണേ. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടെ നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, കൊച്ചുമക്കൾ, അതുപോലെ തന്നെ നമ്മുടെ ഇൻലോസ് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട ജനത്തിൻ്റെ മനസ്സിലുള്ള മടുപ്പ്, അതുപോലെ തന്നെ ഈർഷ്യെല്ലാം അങ്ങ് മാറ്റി വലിയ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. വചനം അനുസരിക്കാതെ വിശ്വാസം നകന്നു പോയ മക്കളെ കൂടി ദൈവകരുണയിലേക്കും ദൈവകൃപയിലേക്കും ചേർത്ത് വെക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ ഈശ്വര ആശീർവാദം തരുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ മേൽ ദൈവകരുണയും കൃപയും ഒരിക്കൽ കൂടി ശക്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രിയപ്പെട്ട 2 കരങ്ങളും ഉയർത്തി എല്ലാവരെയും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ദിവ്യ കാരുണ്യമേ, അങ്ങയുടെ കരുണയിലേക്ക് അവരെല്ലാം ചേർത്ത് വെച്ച് വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ തൂകണേ. ഈശോയേ, കൃപ തൂകണേ. ഈശോയേ, കൃപ തൂകണേ.